നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വായയിലും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസറിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ PR ശശീന്ദ്രൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ വായിലെ പല ഭാഗങ്ങളിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഏതെല്ലാം ഭാഗത്താണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാമോ? വായിലെയും തൊണ്ടയിലെയും ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു ഹെട്രോജനസ് ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണത്. അതായത് വായിക്കകത്തുള്ള സ്ട്രക്ചേഴ്സ് നമ്മളൊരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ലിപ്സ്, അതായത് ചുണ്ടുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ വായിക്കകത്തുള്ള ഭാഗം നമ്മൾ ഇംഗ്ലീഷിൽ ചീക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ബക്കൽ മ്യൂക്കോസ എന്ന് പറയും. പിന്നെ നമ്മുടെ നാവ്, അതായത് ടങ്ങിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. നാവിനെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ട്രീറ്റ്മെൻറ്റ് പർപ്പസ്. ഒന്ന് ആൻറ്റീരിയർ ടു തേർഡ് ഓഫ് ദ ടങ്, പിന്നെ പുറകിൽ കാണുന്ന പോസ്റ്റീരിയർ 1/3 ഓഫ് ടങ്. പിന്നെ അതുപോലെ നമ്മുടെ പല്ലുകളിരിക്കുന്ന ആൽവിയോലസ്, ലോവർ ആൽവിയോലസ്, അപ്പർ ആൽവിയോലസ്. പിന്നെ നാക്കിൻ്റെ തൊട്ട് താഴത്തായിട്ടുള്ള ഫ്ലോർ ഓഫ് മൗത്ത്. പിന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന നമ്മൾ ഇംഗ്ലീഷിൽ വോക്കൽ കോഡ് അല്ലെങ്കിൽ ലാരിങ്സ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഓറോഫാരിങ്സ്, ഹൈപ്പോഫാരിങ്സ്, പിന്നെ മാക്സില, നേസോഫാരിങ്സ്. ഇത്രയും ഭാഗങ്ങൾ ചേർന്നിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വിവിധ രീതികളിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ചികിത്സാ രീതികൾ. ഒരു ഗ്രൂപ്പിൽ വരുന്ന ഡിസീസ് ആണെങ്കിലും ഇതിൻ്റെ ക്ലിനിക്കൽ ബിഹേവിയറും ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സും ഒക്കെ ഏത് നാവിൻ്റെ വായ്ക്കകത്തുള്ള ഏത് സ്ട്രക്ചറിനെയാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നതെന്നനുസരിച്ചിരിക്കും. ഈ പരസ്യചിത്രത്തിലൊക്കെ കാണുന്ന പോലെ അത്രയും ഭീകരമായൊരു അവസ്ഥ തന്നെയാണോ ഈ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ അത്ര ഭീകരമായ ഒരു ചിത്രമല്ല ഈ ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സിനും ഹെഡ് ആൻഡ് നെക്ക് ട്യൂമേഴ്സിനും ഉള്ളത്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് നമ്മൾ മോഡേൺ റേഡിയോതെറാപ്പി ടെക്നിക്സാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കേരളത്തിൽ. അതുപോലെ ഹെഡ് ആൻഡ് നെക്കിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നമുക്ക് വിദഗ്ധരായ സർജന്മാരുണ്ട്, പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്. പിന്നെ ഇതൊരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് ഇതിന് ട്രീറ്റ് ചെയ്യുന്നത്. ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരു റോളുണ്ട്. റേഡിയേഷൻ ഓൺകോളജിസ്റ്റിന് ഒരു റോളുണ്ട്, ഹെഡ് ആൻഡ് നെക്ക് സർജന് ഒരു റോളുണ്ട്, റിക്കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജന് റോളുണ്ട്, അതുപോലെ കീമോതെറാപ്പി കൊടുക്കുന്ന മെഡിക്കൽ ഓൺകോളജിസ്റ്റിന് ഒരു റോളുണ്ട്. ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നമ്മൾ ഇതിന് അവലംബിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മദ്യപിക്കാത്തവർക്ക് പോലും വരുന്നുണ്ട് ഈ ക്യാൻസർ സാധാരണ. അതായത് മെയിനായിട്ട് ഈ ഹെഡ് ആൻഡ് നെക്ക് ട്യൂമേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു എത്തിയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ടുബാക്കോ ച്യൂയിങ്, സ്മോക്കിംഗ്. അതിൻ്റെ കൂടെ ആൽക്കഹോൾ കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. പക്ഷേ എങ്കിലും ചില കേസുകളിൽ ഇതൊന്നും ഒരു കാരണമായിട്ട് വരാറില്ല. അതിനെ പ്രത്യേകിച്ച് നമ്മൾ യങ്സ്റ്റേഴ്സിൽ കാണുന്ന ക്യാൻസറുകൾ, അതുപോലെ ഓറോഫെറിഞ്ചൽ റീജിയനിൽ കാണുന്ന ക്യാൻസറുകളിൽ HPV വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എറ്റിയോളജിക്കൽ ഫാക്ടർ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ചിലർ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഇല്ല, ലഹരി ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ HPV വൈറൽ ഇൻഫെക്ഷനാണ്. പക്ഷേ ഈ HPV വൈറസ് ഇൻഫെക്ഷൻ മൂലം വരുന്ന ഈ യങ്സ്റ്റേഴ്സിന് വരുന്ന ഈ ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സിലെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സ് മറ്റേതിനേക്കാൾ ബെറ്ററാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ
ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? വാൽശ്ശേരിന്നാണേ, കോഴിക്കോട്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ, പറയൂ. അല്ല സാർ, ഈ തൊണ്ടയിലെ ലിംഫ് നാളികളിലൊക്കെ ഉണ്ടാകുന്ന വീക്കം പിന്നീട് ക്യാൻസർ ആയിട്ട് മാറുമോ? തൊണ്ടയിൽ വരുന്ന ലിംഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴുത്തിൽ കാണുന്ന ലിംഫ് നോട്ട്സിനെ പറ്റിയാണോ ചോദിക്കുന്നത്? അത് തന്നെ. കഴുത്തിൽ വരുന്ന ലിംഫ് നോട്ട്സ് ഒരു പക്ഷേ ഈ വായ്ക്കകത്ത് ഞാൻ ഈ പറയുന്ന സ്ട്രക്ചേഴ്സിൽ വന്നിരിക്കുന്ന ഒരു പ്രൈമറി ഡിസീസിൻ്റെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ ലിംഫ് നോട്ട്സും സെക്കൻഡറി ആണെന്ന് നമുക്ക് തുടക്കത്തിലേ പറയാൻ പറ്റില്ല. ആദ്യം നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വായ്ക്കകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നാലും അത് ചിലപ്പോൾ ഒരു ലിംഫ് നോഡായിട്ടായിരിക്കും ആദ്യം അത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഒരു പ്രൈമറി ക്യാൻസറിൻ്റെ സെക്കൻഡറി ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ വായ്ക്കകം വിശദമായിട്ട് പരിശോധിക്കുകയും ഒരു പ്രൈമറി ഡിസീസ് കണ്ടുപിടിക്കുകയും അതിനെ തുടർന്ന് നോട്ട്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ സെക്കൻഡറി നോട്ട്സ് എന്ന് പറയുക. സാധാരണ രീതിയിൽ ഓറൽ ക്യാവിറ്റി ലീഷൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സ്പ്രെഡ് വരുന്നത് ലിംഫ് നോട്ട്സിലേക്കാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ പി കോളർ ചോദിച്ചതുപോലെ പലതരം മുഴകളുണ്ട്, പലതരം പുണ്ണുകളുണ്ട്. എത്ര കാലം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ എങ്ങനെ മാറാത്ത, അതായത് വിട്ടുമാറാതെ നിൽക്കുന്ന മുഴകളല്ല, മുറിവുകൾ. ഒരു സാധാരണ നമുക്ക് വായിക്കകത്ത് ഇപ്പോൾ ഈ ബക്കൽ മ്യൂക്കോസയ്ക്കകത്ത് അല്ലെങ്കിൽ ടങ്ങിലൊക്കെ ആപ്തസ് അൾസർ എന്ന് പറയുന്ന ഒരു നിരുപദ്രവകാരിയായ ചെറിയ ഒരു പുണ്ണ് വരാം. പക്ഷെ അതൊന്നും ക്യാൻസർ അല്ല. ഇത് വിട്ടുമാറാതെ നിൽക്കുകയും വേദന അല്ലെങ്കിൽ ബ്ലീഡിങ് വരികയും അങ്ങനെ വരിക ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പല്ല് അവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല്ലുണ്ട്, അത് കോൺസ്റ്റൻറ്റ് ടച്ച് മുഖേന അവിടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ മുറിവുകളെ നമ്മളെപ്പോഴും സംശയത്തോടെ വേണം വീക്ഷിക്കാനായിട്ട്. അങ്ങനെ ഒരു മുറിവുണ്ടെങ്കിൽ നമ്മൾ ഒരു സർജനെ സമീപിച്ച് ആദ്യം നിന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി എന്ന പരിശോധനയാണ് ചെയ്യുക. ബയോപ്സി ചെയ്ത് പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കത് ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റും. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരണം. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഷെഫീഖാണ്, മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ സാർ, എനിക്ക് വായില് എപ്പോഴും മുറിയാണ്, തൊണ്ടയിലും വായിലും. എനിക്ക് വയറ്റില് പുണ്ണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം, അൾസറിന്റെ ഒരു പ്രശ്നം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ ഞാനൊരു ഡോക്ടറെ കണ്ടു. അപ്പൊ ഇപ്പൊ കുറച്ചൊരു കുറവുണ്ട്, ഇപ്പൊ വീണ്ടും തുടങ്ങുന്നുണ്ട് മുറി. അതെ, എങ്ങനത്തെ മുറിവാണ്? ചെറിയ മുറിവാണോ, ഒരു ഡോട്ട് പോലെയുള്ള മുറിവാണോ, അതോ വലിയ മുറിവാണോ? വലിയ മുറിയല്ല, ചെറിയ മുറിയാണ്. നാവുമ്മല് അതേപോലെ തൊണ്ടയിലും ഉണ്ടാവും. അത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ലക്ഷണം അനുസരിച്ച് അതൊരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു മുറിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ആപ്തസ് അൾസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണത്. അതിൻ്റെ എക്സാക്റ്റ് കോസ് കാരണം ഇതുവരെയും അവൈലബിൾ അല്ല. അതിന് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മതിയാവും. ആസിഡ് അങ്ങനെ വയറ്റിൽ പുണ്ണ് വരുന്നവർക്കും ഈ വായ്ക്കകത്തുള്ള പുണ്ണുകൾ വരാനുള്ള സാധ്യത ഒരു വർഷമായിട്ട് തുടരണം. അത് കണ്ടിന്യൂ ആയിട്ട് ഒരു 4-5 മുറി ഉണ്ടാവും. വീണ്ടും അത് ഇടയ്ക്ക് വരും, തന്നെ ഉണങ്ങും, അത് കഴിഞ്ഞ് അങ്ങ് മാറും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വരും. അതിനാണ് നമ്മൾ ആപ്തസ് അൾസർ എന്ന് പറയുന്നത്. അത് യാതൊരു കാരണവശാലും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖമല്ല. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് അഖിലാണ്, വയനാട്ടിൽ നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. അപ്പം ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങളൊന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ? ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വായ്ക്കകത്ത് വരുന്ന വിട്ടുമാറാതെ നിൽക്കുന്ന വ്രണങ്ങൾ, അല്ലെങ്കിൽ നെക്ക് നോട്ട്സ്, ലിംഫ് നോഡ് എന്ന് പറയും, അങ്ങനത്തെ ലിംഫ് നോട്ട്സ്, വായ് വല്ലാതെ തുറക്കാൻ ബുദ്ധിമുട്ടുകൾ വരിക. പ്രധാനമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ഉണങ്ങാത്ത മുറിവുകളായിട്ടാണ്, വ്രണങ്ങളായിട്ടാണ് വായ്ക്കകത്ത് വരുന്ന ക്യാൻസേഴ്സ്. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ?
അത് വായുടെ ഏത് ഭാഗത്ത് വരുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ നാവിൻ്റെ ഈ പുറകുവശത്ത് കാണുന്ന നാവിൻ്റെ ഭാഗത്താണ് വരുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് നമ്മുടെ സോളോയിങ് സ്ട്രക്ചേഴ്സ് ഇരിക്കുന്ന ഭാഗമാണല്ലോ തൊണ്ടയും ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഏതെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ജോർജ് ജബൽപൂരിൽ നിന്നാണ് വിളിക്കുന്നത്, മധ്യപ്രദേശ് ജബൽപൂരിൽ നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ വായില് ഈ റൈറ്റ് സൈഡിന്റെ അകത്ത് ഒരു പാട പോലുണ്ട്. ഒരു 3-4 വർഷമായി ENT ഡോക്ടറെ കാണിച്ചു, സ്കിൻ ഡോക്ടറെ കാണിച്ചു, ഇവിടെ മെഡിക്കൽ കോളേജില് പിന്നെ ഡെന്റൽ OP കാണിച്ചു. അവരെല്ലാം പറഞ്ഞു ഇത് ലൈഫ് ലോങ് ഉള്ളതാണ്, ഇത് മാറത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് പാട അതുപോലെ തന്നെ ഉണ്ട്. അത് കൂടുതലില്ല, കുറയുന്നില്ല. ചിലപ്പോൾ ഇച്ചിരി ചുവപ്പ് കാണും, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങള് ഈ ഓയിന്റ്മെന്റ് ഒക്കെ പുരട്ടുന്നുണ്ട്. അല്ല, വായിക്ക് അകത്താണോ ഉള്ളത് അതോ വായിക്ക് അകത്താണോ ഉള്ളത്? വായിക്കകത്ത് കവിള് ഭാഗത്ത്. അത് 4 വർഷമായിട്ട് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അതൊരു വെള്ള കളറ് മാത്രമേ ഉള്ളെങ്കിൽ അത് യാതൊരു കാരണവശാലും അത് ക്യാൻസറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖമല്ല. അത് ഒരു ല്യൂക്കോപ്ലേക്കിക് പാച്ച് എന്നാണ് നമ്മൾ അതിന് പറയുക. അത് യാതൊരു കാരണവശാലും അത് ക്യാൻസറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖമല്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ ഇതെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്? തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ശബ്ദത്തിന് അടപ്പായിട്ടാണ്. ഹോസ്നെസ് ഓഫ് വോയിസ് എന്ന് പറയും. അതാണ് അതിൻ്റെ പ്രസൻറ്റിങ് സിംറ്റം. അത് സാധാരണ വോക്കൽ കോഡ് അല്ലെങ്കിൽ ലരിഞ്ചൽ ക്യാൻസർ. അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ അത് വരാൻ കൂടുതലും സാധ്യത ഉള്ളത് സ്മോക്ക് ചെയ്യുന്നവരിൽ, അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം, അതിന് കൂടെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവരിൽ അവർക്കാണ് ഇത് കാരണം. ഇത് മെയിനായിട്ട് വരാനുള്ള കാരണം. ഇപ്പോൾ എക്സാക്റ്റായിട്ട് ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ തൊണ്ടയിലേക്ക് പടരുന്നു, അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ? വായിലുണ്ടാകുന്ന ക്യാൻസർ നേരിട്ട് തൊണ്ടയിലേക്ക് പടരുകയല്ല സാധാരണ ചെയ്യുക. വായിലുള്ള ക്യാൻസർ ഒരു പ്രത്യേക ക്യാൻസറാണ്. തൊണ്ടയിലുള്ള ക്യാൻസർ വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വോക്കൽ കോഡ്, അതൊക്കെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വായിക്കകത്തും ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വായിക്കകത്ത് തുടങ്ങിയിട്ട് തൊണ്ടയിലേക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതല്ല. അത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ്. അത് വായിക്കകത്ത് വരുന്ന ഡിസീസ് പ്രത്യേകത ഉള്ളതാണ്, തൊണ്ടയ്ക്കകത്ത് വരുന്ന ഡിസീസ് വേറെയാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് നാഡി തളർച്ച എന്നാണ് അമൃതല വസന്ത ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ ഞാൻ തൈറോയിഡിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ പശ പോലെയൊക്കെ വരുന്നുണ്ട്. പിന്നെ തൊണ്ടയിൽ ഇങ്ങനെ കഫക്കെട്ട് വന്നിട്ട് ശക്തിയായിട്ട് കഫം വന്നിട്ട് ശ്വാസം മുട്ട് പോലെയുണ്ട്. അത് എന്തിന്റെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇതൊന്നും നിങ്ങൾക്ക് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട വായിക്കകത്ത് ക്യാൻസർ ഒന്നുമില്ല. ഇതൊന്നും ഒരു നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ്, അതുപോലെ തൊണ്ടയിൽ വരുന്ന ക്യാൻസേഴ്സാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, വായിലെ ക്യാൻസറിനും തൊണ്ടയിലെ ക്യാൻസറിനുള്ള ചികിത്സയെ ഒന്നെക്കുറിച്ച് വിശദീകരിക്കാമോ? പ്രധാനമായിട്ടും 2 ചികിത്സാ രീതികളാണ് ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സിനും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിനും ഉള്ളത്. അപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ക്യാൻസേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ റേഡിയേഷൻ ചികിത്സ കൊണ്ടോ അല്ലെങ്കിൽ സർജറി കൊണ്ടോ മാത്രം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൈമറി റേഡിയേഷൻ തെറാപ്പി കൊണ്ട് തന്നെ ഇതിനെ ചികിത്സിച്ചു മാറ്റാം. ചില സാഹചര്യങ്ങളിൽ സർജറി കൊണ്ട് മാത്രം ചികിത്സിച്ചു മാറ്റാം. അതായത് വളരെ ആരംഭ ദിശയിലാണെങ്കിൽ. ഈ രണ്ട് ചികിത്സാ രീതികൾക്കും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. വളരെ ഏർലി ക്യാൻസർ, ഇപ്പോൾ സർജറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒറ്റ ദിവസത്തെ ഒരു ചികിത്സയാണ്. റേഡിയേഷൻ ആണെങ്കിൽ കുറച്ചൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചികിത്സയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ ഏർലി ക്യാൻസേഴ്സ് ആണെങ്കിൽ റേഡിയേഷൻ ചികിത്സ കൊണ്ട് ലഭിക്കുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ആ അവയവം നഷ്ടപ്പെടുന്നില്ല. അതായത് ദർ ഇസ് നോ അനറ്റോമിക്കൽ ലോസ് അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ലോസ് ഇല്ല. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു ലേഡി എൻ്റെ അടുത്ത് വരികയുണ്ടായി. അവർക്ക് ലോവർ ലിപ്പിലായിരുന്നു അസുഖം ഉണ്ടായിരുന്നത്. പക്ഷെ അവർ ഈ ഓടക്കുഴൽ ഒക്കെ വായിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നമ്മൾ ആ ലിപ്പ് പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അന്ന് നമ്മൾ റേഡിയേഷൻ ചികിത്സ കൊണ്ട് മാത്രം ആ അസുഖം മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ അതുപോലെ തന്നെ ഈക്വലായിട്ടുള്ള റിസൾട്ട് തരുന്ന അസുഖം തന്നെയാണ് ലിപ്പിനുള്ള സർജറിയും. അപ്പോൾ ഏതെങ്കിലും ഒരു മൊഡാലിറ്റി, അതായത് ഒന്നെങ്കിൽ നമുക്ക് സർജറി മാത്രം ചെയ്ത് അസുഖം മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് റേഡിയേഷൻ കൊടുത്ത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ആരംഭ ദിശകളിലുള്ളത്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു ആരംഭ സ്റ്റേജുകളിൽ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ മതി. പക്ഷെ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് കമ്പൈൻഡ് മൊഡാലിറ്റി വേണ്ടിവരും. അതായത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ, അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അതിൻ്റെ കൂടെ കീമോതെറാപ്പി കൂടെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ചില ഡെഫിനിറ്റ് റീസൺസ് ഉണ്ട്. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ റേഡിയേഷൻ മാത്രം കൊടുക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ സർജറി മാത്രം ചെയ്ത അസുഖം മാറുക, ഏത് സാഹചര്യത്തിലാണ് നമുക്ക് സർജറിയും റേഡിയേഷനും കീമോതെറാപ്പിയും വേണ്ടി വരിക. അത് ആ ഡിസീസിൻ്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഏത് സ്റ്റേജിലാണ് ആ ഓർഗൻ മുഴുവനായിട്ട് എടുത്തു മാറ്റേണ്ടതായിട്ട് വരുന്നത്? വളരെ, അതായത് കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഏർലി സ്റ്റേജ് ആണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ സർജറി മാത്രം ചെയ്ത് അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ. കുറച്ച് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്യണം. സർജറി കഴിഞ്ഞിട്ട് അവിടെ റിക്കൺസ്ട്രക്ഷൻ വേണ്ടി വരും. കാരണം അവിടെ അവയവം കുറച്ച് നഷ്ടപ്പെടുന്നതുകൊണ്ട് ആ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് റിക്കൺസ്ട്രക്റ്റീവ് സർജറി വേണ്ടി വരും. ഇതെല്ലാം ഒറ്റ സിറ്റിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മുറിവെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇത് രണ്ടാമത് വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലായിട്ട് നമുക്ക് റേഡിയേഷൻ കൂടെ വേണ്ടി വരും. പ്രത്യേകിച്ച് ഈ അസുഖം ലിംഫ് നോഡ്സിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് സാധാരണ രീതിയിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്പെസിമെൻ ഒരു പത്തോളജി റിപ്പോർട്ടിന് വേണ്ടി അയക്കും. ആ പത്തോളജിസ്റ്റ് തരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പിന്നീടുള്ള ചികിത്സ തീരുമാനിക്കുന്നത്. അതായത് ഇതിന് റേഡിയേഷൻ കൂടെ ആവശ്യമുണ്ടോ, അതിൻ്റെ കൂടെ കീമോതെറാപ്പിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റേജുകളിൽ മിക്കവാറും എല്ലാ കേസുകളിലും സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി ഇതെല്ലാം വേണ്ടിവരും. റേഡിയേഷന് വളരെ ചെറിയ ഒരു റോളേ, അല്ല റേഡിയേഷനല്ല, കീമോതെറാപ്പിക്ക് വളരെ ചെറിയൊരു റോളേ ഈ ക്യാൻസറുകളിലുള്ളൂ. സർജറിയുടെ അത്രയും അല്ലെങ്കിൽ റേഡിയേഷൻ്റെ അത്രയും ഒരു റോള് കീമോതെറാപ്പിക്കില്ല. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റേഡിയേഷൻ്റെ കൂടെ തന്നെ, അതിനാണ് നമ്മൾ കൺകറൻറ്റ് കീമോ റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് റേഡിയേഷൻ്റെ കൂടെ തന്നെ കീമോതെറാപ്പിയുടെ കൊടുക്കും. അതായത് ആ റേഡിയേഷൻ്റെ ഇഫക്റ്റിനെ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിക്കിട്ടാൻ വേണ്ടി, ഒന്ന് സെൻസിറ്റൈസ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നത്. പിന്നെ ചില സാഹചര്യങ്ങൾ, അതായത് കാർസിനോമ ഓഫ് ദി നേസോഫാരിങ്സ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. കാർസിനോമ ഓഫ് ദി നേസോഫാരിങ്സിൽ കീമോതെറാപ്പിക്ക് ഒരു വളരെ ഡെഫിനറ്റായിട്ടൊരു റോളുണ്ട്. അതിൻ്റെ അകത്ത് സർജറിക്ക് റോളില്ല. അതിൻ്റെ ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ, ഒരു 6 ആഴ്ച
അല്ലെങ്കിൽ 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ, അതിൻ്റെ കൂടെ എല്ലാ ആഴ്ചയിലും കൊടുക്കുന്ന മൈൽഡായിട്ടുള്ള ഒരു കീമോതെറപ്പി, അതിനെയാണ് നമ്മൾ കൺകറൻറ്റ് കീമോ റേഡിയേഷൻ എന്ന് പറയും. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് മാസത്തിൽ ഒരു കോഴ്സ് വീതം ഒരു 4 കോഴ്സ് കീമോതെറപ്പിയുടെ കൊടുക്കും. ഇതാണ് കാർസിനോമ നേസോഫാരിങ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വളരെ ഡെഫിനറ്റായിട്ടും കീമോതെറാപ്പിക്ക് ഒരു റോളുള്ള ഒരു ഡിസീസാണ് കാർസിനോമ നേസോഫാരിങ്സ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം, ഒരു ഓൺകോളജിസ്റ്റിനെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു വളരെ നല്ല രീതിയിൽ ക്യൂർ കിട്ടാൻ സാധ്യതയുള്ളൊരു ഡിസീസാണ് കാർസിനോമ ഓഫ് ദി നേസോഫാരിങ്സ്. ഡോക്ടർ, ഇന്ന് സമയം ഇവിടെ പൂർണ്ണമായി. വായിലും തൊണ്ടയിലും ഉള്ള ക്യാൻസറിനുള്ള ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചതിന് നന്ദി.